ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 32-ാം ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വളരെ മനോഹരമായ ഒരു സംഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷീകരണത്തിനായിട്ട് അയച്ചതിന് ശേഷം അവർ തിരികെ വന്ന് കർത്താവിനോടുണ്ടായ സംഗതികളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ തനിച്ചിരിക്കുവാൻ തക്കവണ്ണം വിശ്രമിക്കുവാൻ പടകിൽ കയറി ദൂരേക്ക് പോകുകയും തിരിച്ച് അവർ എത്തി കർത്താവ് തൻ്റെ ചുറ്റുമുള്ളവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അസമയമാകുന്ന അവസരത്തിൽ തൻ്റെ ജനത്തിന് ആഹാരം നൽകുവാൻ തക്കവണ്ണം ശിഷ്യന്മാരോട് പറയുകയും ആ ജനക്കൂട്ടത്തെ കണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പരിഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. കർത്താവ് സുവിശേഷീകരണത്തിന് അയച്ചവർ, കർത്താവ് നൽകിയ വരദാനങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടവർ, അത് അവർ ലോകം മുഴുവനും പോയി അതറിയിച്ചതിന് ശേഷം തിരികെ ദൈവസന്നിധിയിലേക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ കർത്താവ് അവരെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുപോയി അവരുടെ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവരെ വീണ്ടും ലോകത്തിലേക്ക് അയക്കുകയാണ്. അവർക്ക് ചുറ്റുമുള്ളവരിലേക്ക് കർത്താവ് അവരെ അയക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. അതിന് തൊട്ടു മുന്നമേ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ജനസമൂഹം വളരെ ആയതുകൊണ്ട് അവരെ പിരിച്ചയക്കണമെന്ന്. കർത്താവ് നൽകിയ വരദാനങ്ങളെ ഒരുപക്ഷെ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടോ അവർ മറന്നുപോയത് കൊണ്ടോ ആകാം അങ്ങനെ അവർ പറഞ്ഞത്. അതിനുശേഷം പറയുന്നുണ്ട്, 200 ദീനാറ് കൊണ്ട് ഞങ്ങൾ അവർക്ക് ആഹാരം വാങ്ങട്ടെയോ എന്ന്. അപ്പോഴും കർത്താവ് പറയുന്നത് നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാപിച്ച് നമ്മളായിരിക്കുന്ന ജീവിതത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തിയൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ളപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം തന്നിട്ടുള്ള ദാനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കർത്താവിൻ്റെ മക്കളും സഹോദരങ്ങളും ദൈവപുത്രന്മാരും ഒക്കെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണല്ലോ നോമ്പ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളായിരിക്കുമ്പോൾ നമ്മളാൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ 100% നീതിബോധവും വിശ്വാസവും ഉള്ളവരായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ചിലതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവരിലും അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ ആഴത്തിൽ ഇടുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് അവരിലൂടെ ആ അത്ഭുതത്തെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രയോജനപ്പെടുത്തുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും അപ്രകാരം ദൈവഹിതപ്രകാരം ആകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം എന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ച നൽവരങ്ങളിലൂടെ സുവിശേഷീകരണത്തിലൂടെ അനേകം പേർക്ക് ആശ്വാസമാകുവാൻ, വിശന്നിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ, ദാഹിച്ചിരിക്കുന്നവരുടെ ദാഹം മാറ്റുവാൻ, അനാഥരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുവാൻ കാരുണ്യ പ്രവർത്തികൾ ഒക്കെ നമുക്ക് സഭ കൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്രകാരം നമ്മൾ നോമ്പിൻ്റെ പുണ്യമായ അപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. നമ്മിലൂടെ അനേകം ദൈവാനുഭവങ്ങളും ദൈവ അത്ഭുതങ്ങളും നടക്കുവാൻ നമ്മുടെ ജീവിതത്തിനും നമ്മൾ ഒരു മുഖാന്തിരമായി തീരുമ്പോഴാണ് ദൈവം നമ്മെ ഓർത്ത് സന്തോഷിക്കുന്നത്. ഈ നോമ്പുകാലം ദൈവം നമ്മിൽ പ്രീതിപ്പെടുവാനും നമ്മിലൂടെ പ്രവർത്തിക്കുവാനും അനേകം പേർക്ക് ആശ്വാസം കണ്ടെത്തുവാനും തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.